തൊടുപുഴയ്ക്ക് പിന്നാലെ ഇടുക്കിയിലെ തോട്ടം മേഖലയിലും വൈദ്യുതി വകുപ്പിന്റെ ഇരുട്ടടി. പാമനാർ LMS പുതുവലിലെ AC കോളനിയിലെ കുടുംബങ്ങൾക്കാണ് KSEBയുടെ അമിത ബിൽ വന്നത്. ഭീമമായി ഈ തുക അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ കൂലിവേലക്കാരായ തോട്ടം തൊഴിലാളികൾ കുഴങ്ങുമ്പോൾ KSEBയും ഇവരെ കൈയൊഴിയുകയാണ്. കോളനിയിലെ 6 പേർക്കാണ് ജനുവരിയിൽ 29,000 രൂപ വരെ വൈദ്യുതി ബില്ല് കിട്ടിയത്. തുക അടയ്ക്കാൻ കഴിയാതെ വന്നതോടെ 6 പേരുടെയും വൈദ്യുതി കണക്ഷൻ KSEB വിച്ഛേദിച്ചു. 2022 ജനുവരി മുതലാണ് KSEBയുടെ ഇരുട്ടടി പാമ്പനാർ LMS കോളനിയിലെ കുടുംബങ്ങൾക്ക് കിട്ടിത്തുടങ്ങിയത്. കൂലിപ്പണിക്കാരായ 27 കുടുംബങ്ങൾക്ക് 19,000 രൂപ മുതൽ 86,000 രൂപ വരെയാണ് അന്ന് വൈദ്യുതി ബില്ലുകൾ വന്നത്. അന്ന് ജനങ്ങൾ പ്രതിഷേധിച്ചു. പിന്നാലെ കളക്ടർ ഇടപെട്ട് പകുതി തുക അടച്ചാൽ മതിയെന്ന് തീരുമാനിച്ചിരുന്നു. എന്നാൽ KSEBയുടെ ഭീമമായ ബില്ല് വീണ്ടും വന്നതോടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് തോട്ടം തൊഴിലാളികളായ ഈ നിർധന കുടുംബങ്ങൾ. ആദ്യം ഭീമമായ ബില്ല് വന്നതിന് പിന്നാലെ നടത്തിയ അദാലത്തിൽ പകുതിയാക്കി കുറച്ച തുകയുടെ ബാക്കിയും 18% പലിശയും ഡെപ്പോസിറ്റ് തുകയും അടക്കമാണ് പുതിയ ബിൽ വന്നിരിക്കുന്നതെന്നാണ് KSEBയുടെ വിശദീകരണം. മരിച്ചുപോയ മുൻ മീറ്റർ റീഡറുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണ് കൂടിയ തുക ബിൽ വരാൻ കാരണമെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത്. സ്വന്തം ഭാഗത്തു നിന്നുണ്ടായ തെറ്റിദ്ധാരണയാണ് KSEB ഇത്തരത്തിൽ ബില്ല് നൽകി സാധാരണക്കാരെ കുഴയ്ക്കുന്നത്. അതേസമയം അവശേഷിക്കുന്ന കുടുംബങ്ങൾക്ക് വൻ തുക ബില്ല് വരുമെന്ന ആശങ്കയും ഇവർക്കുമുണ്ട്. അമിത ബില്ലിനെതിരെ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചവർക്ക് ബില്ല് നൽകിയിട്ടുമില്ല. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.